ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമുക്കിന്ന് ഒരു പുതിയ ഐറ്റം ചവിട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. ഞാനിന്നിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാട്ടോ. അപ്പോൾ ആ തോന്നിയ ഐഡിയക്ക് ഞാനൊരു ചവിട്ടി ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതാണ് ചവിട്ടികൾ. അങ്ങനെ ഒന്നല്ല കേട്ടോ, 2-3-4 അടിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ ചെറുത് അടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രാത്രിയൊക്കെ കിടക്കാൻ നേരത്ത് കാലൊക്കെ ഒന്ന് തോർത്താൻ വേണ്ടിയിട്ട് കട്ടിലിൻ്റെ താഴത്ത് ഇടാലോ, അങ്ങനെ അടിച്ചതാട്ടോ. കണ്ടോ, ഇതിനൊക്കെ ഓരോ ഡിസൈനുകൾ. ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ചവിട്ടി ഉണ്ടാക്കുമ്പോൾ പല പല ഡിസൈന് പീസ് വെട്ടി വെട്ടി മുറിച്ചുണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ ഓരോ ഐഡിയക്ക് തിരിച്ച് പിടിച്ചിട്ടൊക്കെ ഒരു പൂക്കളം പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ പല ഐഡിയയിലും. അപ്പോൾ അതിലേക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാട്ടോ ഇത്. ഇതിപ്പോൾ എൻ്റെ അടുത്തൊരു ജോർജറ്റ് ഷാളാണുള്ളത്. അപ്പോൾ ആ ജോർജറ്റ് ഷാൾ ഞാൻ ഈ ഒരു ചവിട്ടിക്ക് പാകത്തിന് ഇങ്ങോട്ട് മടക്കി എടുത്തിട്ട് അതിനനുസരിച്ച് അതിൻ്റെ 4 സൈഡും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ലെവലാക്കിയതിൻ്റെ ശേഷം ഈ ഡിസൈൻ ഇതുപോലെ മെഷീനിൽ വെച്ചിട്ട് വളച്ചും തിരിച്ചും അങ്ങനെ അടിച്ചെടുത്താട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനായില്ലേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇത് പിന്നെ എൻ്റെ അടുത്തൊരു കർട്ടൻ്റെ പീസ് ബാക്കി വന്നതാണ്. അപ്പോൾ ആ കർട്ടൻ്റെ പീസ് ബാക്കി വന്നല്ല, പഴയതാണ്. അപ്പോൾ ജനലിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റിച്ച് വർക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ലൈനിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വെറുതെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പഴയ മാക്സിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടുമടക്കിയിട്ടിട്ടൊക്കെ ചവിട്ടി എടുക്കുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ എത്രയോ നല്ലതായത്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു സാരി കേട്ടോ, ഒരു പടപടാച്ചുള്ള സാരി. അത് പറഞ്ഞപ്പോൾ നമ്മളെ ഈ റഫായിട്ടുള്ള തുണികൾ കൊണ്ട് വേണം ഇങ്ങനെ അടിച്ചുണ്ടാക്കണമെങ്കിൽ. അല്ലെങ്കിൽ മഴയുള്ളതായാലും എന്തെന്നറിയോ, അതിങ്ങനെ ചവിട്ടി എഴുതുമ്പോൾ ഇങ്ങനെ മടങ്ങിപ്പോവും. അങ്ങനെ മടങ്ങി ചുരുണ്ട് കിടക്കാതിരിക്കണമെങ്കിൽ കുറച്ച് ബലമുള്ളത്, നല്ല ബലം. അപ്പോൾ ഇതൊരു സാരിയാണ്, മൊത്തം ഒരു സാരി. ഈ സാരി ഞാനിങ്ങനെ ഇത് പിന്നെ അടുക്കളയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചവിട്ടാൻ വേണ്ടിയിട്ട് ഇടാൻ കേട്ടോ. ഇത് രണ്ടും ഞാൻ ഈ ബെഡിൻ്റെ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഇത്തിരി വലിപ്പത്തിൽ തന്നെ അടിച്ചിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട്, ഈ സാരി എന്ന് പറഞ്ഞാൽ 2 തലക്കിലും അടിയിലും മേലെയും ബോർഡർ ഉള്ളതാട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ബോർഡറൊക്കെ ഉള്ളിലേക്ക് മടക്കി ഒരൊറ്റ കളറ് മാത്രമാക്കി. ഇതിപ്പോൾ ഇതിൽ 3 കളറ് വരുന്നുണ്ട്. മേലെ ഒരു ബ്രൗൺ കളറ്, അടിയിലേക്ക് പച്ച, പച്ച, പിന്നെ ഒരു ബ്രൗൺ കളറ്, അങ്ങനെയൊക്കെ കൂടിയാണ് വരുന്നത്. പിന്നെ ഈ നടുവിലൊരു ചുവപ്പും. അപ്പം ഞാൻ ആ ഭാഗമൊക്കെ ഉള്ളിലേക്ക് കവർ ചെയ്തിട്ട് ഇങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 സൈഡും നല്ല നമുക്ക് പാകം എത്രയാണോ ആ പാകത്തിനനുസരിച്ച് മടക്കിയിട്ട് ലെവൽ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവമാണത്. ചവിട്ടിയായിട്ട് വീട്ടിലിടുമ്പോൾ ഒരു വൃത്തിയാണ് കാണാൻ തന്നെ. അങ്ങനെ പല പല കളറിൽ. പിന്നെ മാക്സിയെ കൊണ്ട് അടിക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ പ്രിൻ്റ് കാണുമ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. ചെയ്യൊക്കെ ചെയ്യാം, പക്ഷേ കോട്ടൻ്റെ തുണി കൊണ്ടും ഇത്ര രസം കിട്ടില്ല. ഇത് കോട്ടൺ അല്ല, അത് വേറൊരു തരം കുറച്ചൊരു ബലമുള്ള സാരി കേട്ടോ. ഇതൊരു സാരിയൊന്നും തോന്നുന്നില്ലല്ലോ, കണ്ടാൽ ശരിക്ക് ചവിട്ടിയൊന്നും തോന്നുന്നില്ലേ. അപ്പോൾ മഴയുള്ളത് എടുക്കരുത്, ഇങ്ങനെ റഫായിട്ടുള്ളത് എടുക്കണം. അപ്പോൾ ഇതൊരു സാരി, അതേപോലെ ഇത് ഒരു കർട്ടൻ്റെ പീസ്. കണ്ടോ, ഇതൊരു ജോർജറ്റ് ഷാളാണ്. ഇപ്പോൾ ഷാളിൽ നമുക്ക് നല്ല ഡിസൈൻ വർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ചവിട്ടി തയ്ച്ചെടുക്കാം. അപ്പോൾ മിഷീനുള്ളവരൊക്കെ ഇനി വേഗം ചവിട്ടി തയ്ച്ചെടുത്തോളൂ കേട്ടോ.